നമസ്കാരം. അധികം വൈകാതെ തന്നെ നമ്മുടെ ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ മിസൈലുകൾ കൈവശമുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ അംഗമാകും. ഇതിൻ്റെ അർത്ഥം വേഗതയേറിയ മിസൈലുകൾ റഷ്യയുടെ കയ്യിൽ നിന്നോ അമേരിക്കയുടെ കയ്യിൽ നിന്നോ ഇന്ത്യ വാങ്ങുമെന്നല്ല. പകരം സ്വന്തം ടെക്നോളജിയിൽ സ്വന്തമായാണ് ഇത്തരത്തിലുള്ള ഒരു മിസൈൽ വികസിപ്പിച്ചെടുക്കാൻ പോകുന്നത്. ഇതിൻ്റെ വിശദാംശങ്ങൾ പരിശോധിക്കാം. ഏതാനും മാസങ്ങൾക്ക് മുൻപ് തന്നെ ഇന്ത്യ സ്ക്രാംജെറ്റ് എഞ്ചിനിൽ ഒരു നിർണായക പരീക്ഷണം നടത്തിയിരുന്നു. അന്ന് തന്നെ ലോകത്തെമ്പാടുമുള്ള ഡിഫൻസ് അനലിസ്റ്റുകൾ പറഞ്ഞിരുന്നു ഇന്ത്യ സ്വന്തമായി ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈൽ വികസിപ്പിച്ചെടുക്കാനുള്ള പുറപ്പാടിലാണെന്ന്. അതിൻ്റെ മുന്നോടിയായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു പരീക്ഷണമെന്നും യാത്രയിലുടനീളം സസ്റ്റെയിൻഡ് ഹൈപ്പർസോണിക് സ്പീഡ് നിലനിർത്താനുള്ള പരീക്ഷണങ്ങളാണ് ഇന്ത്യ അന്ന് നടത്തിയത്. ഏതായാലും ലോകത്തിലെ ഡിഫൻസ് അനലിസ്റ്റുകളുടെ അന്നത്തെ ആ പ്രവചനം ഇന്ത്യ ഇപ്പോൾ ശരിവച്ചിരിക്കുകയാണ്. ശബ്ദത്തിൻ്റെ 8 ഇരട്ടി വേഗതയിൽ സഞ്ചരിക്കാവുന്ന ക്രൂയിസ് മിസൈൽ വികസിപ്പിച്ചെടുക്കുന്നതിൻ്റെ പണിപ്പുരയിലാണ് നമ്മുടെ ഇന്ത്യ. ഇതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത ഇതിനായി നമ്മൾ ഒരു വിദേശ രാജ്യത്തിൽ നിന്നും യാതൊരുവിധ ടെക്നോളജികളും വാങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. ETLDHCM എന്നായിരിക്കും ഡിഫൻസ് വൃത്തങ്ങളിൽ ഇത് അറിയപ്പെടാൻ പോകുന്നത്. അതായത് എക്സ്റ്റൻഡഡ് ട്രജക്ടറി ലോങ് ഡ്യൂറേഷൻ ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈൽ. 2000 കിലോഗ്രാം വരെ പോർമുന വഹിക്കാൻ കഴിയുമെന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. അത് ആണവായുധവുമാകാം പരമ്പരാഗത ആയുധവുമാകാം. 2000 ഡിഗ്രി സെൽഷ്യസ് താപനിലയിൽ പോലും ഉരുകാത്ത മെറ്റൽ അലോയികളാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു ഹൈപ്പർസോണിക് മിസൈൽ വികസിപ്പിച്ചെടുക്കുന്നതിനുള്ള ഏറ്റവും വലിയ വെല്ലുവിളിയും ഈ ഒരു ഘടകം തന്നെയാണ്. എന്തായാലും ഇന്ത്യ ഈ വെല്ലുവിളി താണ്ടിയിരിക്കുകയാണ്. 1500 കിലോമീറ്ററാണ് ഇതിൻ്റെ ഒരു റേഞ്ച്. അതായത് ചൈനയിലെയും പാകിസ്ഥാനിലെയുമൊക്കെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ ഇതിൻ്റെ ഒരു ദൂരപരിധിയിൽ പെടുമെന്നർത്ഥം. പിന്നെ ശത്രുക്കൾക്ക് ഈ ഒരു മിസൈലിനെ കണ്ടെത്തി തടുക്കുക എന്നുള്ളത് ഏറെക്കുറെ അസാധ്യം തന്നെയായിരിക്കും. അതിൻ്റെ ഒരു പ്രധാന കാരണം ഇതിൻ്റെ വേഗത തന്നെയാണ്, അതുപോലെ തന്നെ ഇതിൻ്റെ ചടുലതയും. വെറും 3.5 മാക്സ് സ്പീഡ് മാത്രമുള്ള ബ്രഹ്മോസ് മിസൈലിനെ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്ന ചൈനയുടെ വ്യോമപ്രതിരോധ സംവിധാനത്തിനോ തടുക്കാൻ കഴിഞ്ഞില്ല എന്നുകൂടി ഓർക്കണം. നിലവിൽ ഇത്തരത്തിലുള്ള മിസൈലുകൾ കൈവശമുള്ള 3 രാജ്യങ്ങളാണ് അമേരിക്കയും റഷ്യയും ചൈനയും. ഇതിൽ അമേരിക്കയുടെയും റഷ്യയുടെയും കാര്യം അവിടെ നിൽക്കട്ടെ, ചൈനയുടെ കൈവശമുള്ള മിസൈലുകളുടെയൊക്കെ ഗുണനിലവാരം ഇനിയും തെളിയിക്കപ്പെടേണ്ടതായി ഉണ്ട്. ഇത്തരത്തിലുള്ള ഒരു മിസൈൽ ഇന്ത്യ വികസിപ്പിച്ചെടുക്കുന്നത് വഴി ശത്രുക്കൾക്ക് മാത്രമല്ല ഞെട്ടലുണ്ടാകുന്നത്, സുഹൃത്ത് രാജ്യമായ റഷ്യയ്ക്കും അതൊരു ഷോക്ക് തന്നെയാണ്. അതിൻ്റെ കാരണം മുമ്പ് ഇന്ത്യയും റഷ്യയും കൂടി സംയുക്തമായി ഒരു ഹൈപ്പർസോണിക് മിസൈൽ വികസിപ്പിച്ചെടുക്കാൻ പദ്ധതിയിട്ടിരുന്നു. എന്നാൽ ടെക്നോളജി ട്രാൻസ്ഫറിനായി ഉയർന്ന പ്രതിഫലം റഷ്യ ആവശ്യപ്പെട്ടതോടുകൂടി ഇന്ത്യ ഈ പദ്ധതി തൽക്കാലത്തേക്ക് മരവിപ്പിക്കുകയായിരുന്നു. പിന്നെ കുറച്ച് നാളത്തേക്ക് ഈ ഒരു പദ്ധതിയെക്കുറിച്ച് ആരുമൊന്നും പറഞ്ഞു കേട്ടതുമില്ല. അങ്ങനെ അടുത്ത കാലത്തൊന്നും നമ്മൾ സ്വന്തമായ ഒരു ഹൈപ്പർസോണിക് മിസൈൽ വികസിപ്പിച്ചെടുക്കില്ല എന്നൊരു ധാരണ പൊതുവെ ഇന്ത്യയിൽ പരന്നു തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് DRDOയുടെ ഈ ഞെട്ടിച്ച തീരുമാനം പുറത്തു വരുന്നത്, അതും സ്വന്തം സാങ്കേതിക വിദ്യയിൽ. ഇതിന് നമ്മുടെ ശാസ്ത്രജ്ഞരെ എത്ര അഭിനന്ദിച്ചാലും മതിയാകില്ല. ആത്മനിർഭർ ഭാരതിന് മറ്റൊരു പൊൻതുവൽ കൂടി. പ്രോജക്റ്റ് വിഷ്ണു എന്നാണ് ഈ പദ്ധതിക്ക് നാമകരണം ചെയ്തിരിക്കുന്നത്. പ്രോജക്റ്റ് വിഷ്ണുവിന് എല്ലാവിധ വിജയാശംസകളും നേരുന്നു. ജയ് ഹിന്ദ്.